വെൽക്കം ബാക്ക് ടു viralmaxx. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇങ്ങനെ പറയാൻ പോകുന്നത് നമ്മൾ ന്യൂസ് ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ആട്ടോ ബ്ലോഗിങ് കണ്ടന്റിനെ കുറിച്ച് ഒക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർ ബ്ലോഗിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ കുറച്ച് പേരെ സക്സസ് ആവുന്നുള്ളൂ എന്നും ഞാൻ അന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവർക്ക് കണ്ടന്റിന്റെ പ്രോബ്ലം ആയിരുന്നു കുറവ്. അതിലൊരു ഡെഫിഷ്യൻസി കൊണ്ടാണ് അവർക്ക് കൂടുതലും ബ്ലോഗിങ്ങിൽ സക്സസ് ആവാൻ പറ്റാത്തത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് കൂടുതൽ പേരുടെ അടുത്ത് റീച്ച് ആവാൻ പറ്റുന്നില്ല. ഇതൊക്കെ തന്നെയാണ് ഒരു മെയിൻലി അവർക്കുള്ള പ്രോബ്ലംസ്. അവർക്ക് ക്ലിക്സ് കൊണ്ടുവരാൻ പറ്റുന്നില്ല, അവരുടെ അഫിലിയേറ്റഡ് പ്രോഡക്റ്റ് സെയിൽ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളെല്ലാം തീർത്തുകൊണ്ട് ഒരു വെബ്സൈറ്റ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ വെബ് മാസ്റ്റർ ടൂൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ SEO കാര്യങ്ങൾ എല്ലാം വെച്ചിട്ട് നല്ലപോലെ ഒരു വെബ്സൈറ്റ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ വെബ്സൈറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ പ്രോഡക്ട്സ്, അതായത് ഒരു ബുക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമേജ് ആയിക്കോട്ടെ, എന്തായാലും നിങ്ങൾക്കത് സെയിൽ ചെയ്യാൻ പറ്റും. അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് പ്രോഡക്ട്സ് നിങ്ങൾക്ക് അതിനകത്തൂടെ സെയിൽ ചെയ്യാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് പ്രോഡക്റ്റ് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ കാറ്റഗറി ഏതാണോ ആ ഒരു കാറ്റഗറിയിലുള്ള പ്രോഡക്ട്സ് എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് അതിനകത്ത് വന്നു ചേരും. അപ്പോൾ രണ്ട് ഓപ്ഷനാണ്. ഒന്ന് ഷോപ്പിംഗ് തസ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്, പിന്നെ ഒന്ന് ഷോപ്പ് ഓപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് രീതിയിലും നമുക്ക് അത് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റും. അതായത് വെബ്സൈറ്റ് ഇപ്പോൾ നമ്മൾ ആ ബ്ലോഗ് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വെബ്സൈറ്റ് നമ്മൾ പ്രോഡക്റ്റ് കാറ്റഗറീസ് കാര്യങ്ങളെല്ലാം കാണിക്കാൻ പറ്റുന്ന ഒരു സൈറ്റ്. അപ്പോൾ നമുക്ക് അതിലാരെങ്കിലും ഒരാളൊരു പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക ചെയ്തു എന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൽ നിന്നൊരു വരുമാനം, അത് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗിൽ നിന്നൊരു വരുമാനം, അതായത് നിങ്ങളുടെ പേഴ്സണൽ പ്രോഡക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു വരുമാനം കിട്ടും. ദെൻ എന്താണ് ഈ ബ്ലോഗ്, അതായത് നമ്മുടെ സബ്ജക്റ്റിനകത്തുള്ള ഈ ഗൂഗിൾ ആഡ്സെൻസ്, ഇതിൽ നിന്നെല്ലാത്തിനും നിങ്ങൾക്ക് വരുമാനം കിട്ടും. അപ്പോൾ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വെബ്സൈറ്റ് സെയിൽ ചെയ്യുകയാണ്. അപ്പോൾ ആ വെബ്സൈറ്റ് നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് പോകാം, നമുക്ക് ആ വെബ്സൈറ്റ് അവിടെ നോക്കാം, അതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അവിടെ നിന്ന് അറിയാം. ഓക്കെ, ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ പറഞ്ഞ വെബ്സൈറ്റ് ഇതാണ്. അപ്പോൾ ജിം ഗ്രാസ് എന്നാണ് അതിൻ്റെ പേര്. ഇതിൻ്റെ അകത്ത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ജിം ടിപ്സ്, അതിനകത്ത് ഹെൽത്ത് ടിപ്സ്, വർക്കൗട്ട്, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആഡ് ചെയ്യുന്നത്. നമ്മൾ ഈ ബ്ലോഗേഴ്സിൻ്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ഈ കൂടുതൽ വിസിറ്റേഴ്സ് ഉള്ള സൈറ്റുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും ഹെൽത്ത് ടിപ്സ്, വെൽനെസ്, ഇതിനൊക്കെ പറ്റിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ നമുക്കിവിടെ എങ്ങനെയൊക്കെ വരുമാനം ഉണ്ടാക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഗൂഗിൾ ആഡ്സെൻസിൽ നിന്ന് കിട്ടും. പിന്നെ നിങ്ങളിതിൻ്റെ ഒരു ആപ്പ് ഉണ്ടാക്കി അതിൻ്റെ പ്ലേ സ്റ്റോറിൽ പബ്ലിഷ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് admobൽ നിന്നൊരു വരുമാനം കിട്ടും. പിന്നെ ഇവിടെ അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് എന്നുള്ള രീതിയിലും ഒരു വരുമാനം കിട്ടും. ഇവിടെ ഒരു അഫിലിയേറ്റഡ് പ്രോഡക്റ്റാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. ബൈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ആമസോണിലോട്ടായിരിക്കും പോവുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് വെച്ച് നിങ്ങൾക്ക് ഒരു നല്ലൊരു ഏർണിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ അകത്ത് ആഡ്സെൻസ്, admob, ഇത് രണ്ടും ആഡ് ചെയ്യാൻ പറ്റും. അതല്ല, ഇനി നിങ്ങൾ എന്തെങ്കിലും ലിങ്കുകൾ ഇതിൻ്റെ അകത്ത് ഷെയർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലിങ്കുകളും നിങ്ങൾക്ക് ഓരോ ലിങ്കും നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റും. പേ ബിറ്റ്ലി യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെയും ഒരു ഏർണിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് പ്രോഡക്റ്റുകൾ, പോസ്റ്റുകൾ, നിങ്ങൾക്ക് ഇഷ്ടം പോലെ പോസ്റ്റുകൾ പല സെറ്റുകളിൽ നിന്നിട്ട് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അതുമാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടുന്ന കാറ്റഗറികൾ, ഇഷ്ടമുള്ള കാറ്റഗറികൾ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. അത് ആട്ടോ ബ്ലോഗുമായിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആട്ടോ ബ്ലോഗുമായിട്ട് കണക്ട് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സൊക്കെ ഉള്ള ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ ഈ ഒരു പാക്കേജിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു ഗൂഗിൾ ആഡ്സെൻസ് ഉണ്ട്. ഇപ്പോൾ $4 വരെ ഇതിൻ്റെ അകത്തുണ്ട്, $4 വരെ ഇതിൻ്റെ അകത്ത് ആഡ്സെൻസിനകത്തുണ്ട്. അപ്പോൾ ഈ ആഡ്സെൻസ് കണക്ട് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു സൈറ്റ് കിട്ടുക. പിന്നെ ഇതേപോലെ ഉള്ള ഒരു ബ്ലോഗർ സൈറ്റ് കൂടെ നിങ്ങൾക്ക് ജിം ഗ്രാസിൻ്റെ തന്നെ ഒരു ബ്ലോഗർ സൈറ്റ് കിട്ടും, ഒരു വേർഡ്പ്രസ് സൈറ്റ്. പിന്നെ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു വെബ്സൈറ്റ്, പിന്നെ ഒരു ലോഗോ. അതായത് നിങ്ങൾക്ക് ആ ലോഗോ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഫേസ്ബുക്ക് ഒരു പേജും ഒരു ഗ്രൂപ്പും. കാരണം ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളും ഇങ്ങനെയുള്ള പേജുകളും ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ലൈക്കും കമൻറ്റും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു അതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പറ്റും, നല്ലൊരു ട്രാഫിക്ക് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിലേക്ക് കിട്ടും. അപ്പോൾ നല്ലൊരു ട്രാഫിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു ഇൻകം എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ നമ്മൾ
അതിന് വേണ്ടിയിട്ടാണ് ഈ ലോഗോ ആഡ് ചെയ്തേക്കുന്നത്. നിങ്ങളെ ഫേസ്ബുക്ക് പേജുകൾ, ഗ്രൂപ്പുകൾ, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പ്, എല്ലാത്തിനും നല്ലൊരു ലോഗോ വേണം എന്നുള്ളത് കറക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ലോഗോ കിട്ടും, പിന്നെ നല്ലൊരു വെബ്സൈറ്റ് കിട്ടും, പിന്നെ ഒരു ബ്ലോഗർ സൈറ്റ് കിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ ഏത് സൈറ്റിൽ കൂടെയാണ്, ഇപ്പോൾ ഗൂഗിളിൽ നിന്ന് ആണ് നമുക്ക് ബ്ലോഗറിൽ കൂടെയും നിങ്ങൾക്കറിയാമല്ലോ നല്ല രീതിയിൽ വിസിറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളാവുന്ന ഒരു സൈറ്റാണ്. അപ്പോൾ നമുക്ക് അവിടെയും നമുക്കത് മോണിറ്റൈസ് ചെയ്ത് അതിൽ നിന്നും വരുമാനം ഉണ്ടാക്കിയെടുക്കണം. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ആഡ്സെൻസ്, ആഡ്മോബ് രണ്ടും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ചെയ്തു തരും. അതായത് ആൻഡ്രോയിഡ് ആപ്പിലൂടെ നിങ്ങൾക്ക് ആഡ്സെൻസ് അക്കൗണ്ട് കിട്ടും, ആഡ്മോബ് അക്കൗണ്ട് കിട്ടും. പിന്നെ ആഡ്സെൻസ് അക്കൗണ്ട് ആൾറെഡി ഇതിൻ്റെ അകത്ത് കണക്ട് ചെയ്തിട്ടായിരിക്കും വരുന്നത്. പിന്നെ ഈ എല്ലാ രീതിയിലുള്ള SEOയും, അപ്പോൾ നിങ്ങൾ അറിയാലോ, ഒരു വെബ്സൈറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഗൂഗിളിൽ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വെബ്സൈറ്റിനെ പറ്റി ഒരു ഫസ്റ്റ് പേജിൽ നിങ്ങൾക്ക് ഒന്നും കാണാൻ പോലും പറ്റത്തില്ല. പക്ഷേ ഞങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിളിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾക്കത് റാങ്ക് ചെയ്ത് നിങ്ങളെ SEOയും നിങ്ങൾക്ക് നല്ലൊരു ട്രാഫിക് ഉണ്ടാകുന്ന രീതിയിലായിരിക്കും ചെയ്തു തരുന്നത്. പിന്നെ അതിൻ്റേതായിട്ടുള്ള ഒരു മെയിലാണിത്. അത് നിങ്ങൾക്ക് ആ മെയിൽ നിങ്ങൾക്ക് തന്നെ കിട്ടും. പിന്നെ ഇതിൻ്റെ അകത്തുള്ള ഇൻകം എന്ന് ചോദിച്ചാൽ ആഡ്സെൻസ് ആൻഡ് ആഡ്മോബ് ഇൻകം ആണ് പ്രധാനമായിട്ട്. പിന്നെ അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് ഇൻകം, ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അഫിലിയേറ്റഡ് മാർക്കറ്റിംഗ് ഇൻകം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പല ആൾക്കാരും കാണാൻ ജിമ്മിലൊക്കെ പോയിട്ട് ട്രെയിനേഴ്സ് ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ട്രെയിനിങ് ടിപ്പ് തന്നെ നിങ്ങൾക്ക് ഇതുവഴി കൊടുക്കാം. ഒരുപാട് പേര് ഫേസ്ബുക്ക് വഴിയും മറ്റ് ട്രാഫിക് സോഴ്സ് വഴിയും ഓർഗാനിക് ട്രാഫിക് വഴിയും ഒക്കെ നിങ്ങൾക്ക് നല്ലൊരു ഒരു ട്രാഫിക് ഇതിൻ്റെ അകത്ത് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞത് ട്രാഫിക് സോഴ്സിൻ്റെ കാര്യമാണ്. പിന്നെ ഇൻകത്തിൻ്റെ അകത്ത് ബാക്കിയുള്ളതാണ് URL ഷോർട്ടനർ. ഇപ്പോൾ നിങ്ങളൊരു ബുക്ക് തയ്യാറാക്കി, ഒരുപാട് സൈറ്റുകളിൽ ബുക്ക് ഫ്രീ ആയിട്ടൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് ഫ്രീ ബുക്ക് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുവഴി കൊടുക്കാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന ആൾക്കാരും നിങ്ങൾക്ക് നല്ല രീതിയിൽ URL ഷോർട്ടൻ വഴി നിങ്ങൾക്ക് നല്ലൊരു ഇൻകം ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ പിന്നെ ട്രാഫിക് സോഴ്സ് ഞാൻ പറഞ്ഞല്ലോ, വാട്സാപ്പ്, ഫേസ്ബുക്ക്, പിന്നെ ഓർഗാനിക് ട്രാഫിക്, അതായത് നമ്മളിവിടെ SEO ചെയ്യുന്നതിൻ്റെ എല്ലാ ട്രാഫിക്കും നിങ്ങൾക്ക് ഇവിടെ കിട്ടും. പിന്നെ ഫേസ്ബുക്ക്, വാട്സാപ്പിൻ്റെയൊക്കെ നല്ല രീതിയിൽ ഒരു ട്രാഫിക്കുള്ള ഒരു സൈറ്റായിരിക്കും ഇത് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതിന് എല്ലാത്തിനും കൂടെ നല്ല ഈ ഒരു ആഡ്സെൻസ് അക്കൗണ്ട്, ഇത് ജിം ക്ലാസുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആഡ്സെൻസ് ആണ്. അപ്പോൾ ഈ ആഡ്സെൻസ് ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് തരുന്നത്. അതായത് ഈ ഇമെയിൽ IDയിലാണ് ഈ ആഡ്സെൻസ് നിൽക്കുന്നത് തന്നെ. അപ്പോൾ ഈ ഇമെയിൽ ID വെച്ചിട്ടാണ് നിങ്ങളുടെ ബ്ലോഗർ സൈറ്റ് നിൽക്കുന്നത്. നിങ്ങളുടെ ആഡ്സെൻസ്, ആഡ്മോബ് എല്ലാം കണക്ട് ചെയ്തിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഈ ഇങ്ങനൊരു സൈറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിന് ടോട്ടൽ കോസ്റ്റ് വാൽമാക്സ് വെച്ചേക്കുന്നത് 10,000 റുപ്പീസാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നതാണ്. കോൺടാക്ട് ചെയ്ത് വിത്തിൻ 10 മിനിറ്റ്സ് 45 മിനിറ്റ്സ് വിത്തിൻ 10 മിനിറ്റ്സ് നിങ്ങൾക്ക് എല്ലാം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എല്ലാം മാറും. പിന്നെ ഒരു 45 മിനിറ്റ്സിനകത്ത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഞങ്ങളിത് നിങ്ങളുടെ ഫേസ്ബുക്ക് പേജുകൾ, പിന്നെ സോഷ്യൽ നെറ്റ്വർക്ക്സ് ഇതെല്ലാം ആഡ് ചെയ്ത് നിങ്ങളുടേതാക്കി മാറ്റി വിത്തിൻ 45 മിനിറ്റ്സ് നിങ്ങൾക്ക് അത് ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇതിലൂടെ ഞാനൊരു ഐഡിയയും ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു വെരി മച്ച്. Hello friends, like and subscribe viralmaxx YouTube channel. Press bell button too for more interesting videos.